प्यारे बच्चों, आदाब। उम्मीद है कि आप खैरियत से होंगे। खाकसार एक नए सबक के साथ हाजिर होते हैं। आप सबको खुशामदीद। बच्चों, मैं आपको चंद किताबों के तस्वीर दिखाता हूँ। आप ज़रा उन्हें देखिए और पहचानिए कि ये किस किस्म की किताब है। ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണവയെന്ന് പറയാൻ ശ്രമിക്കുക. अच्छा बच्चों, आप लोगों ने देख लिया, ज़रा बताइए ये क्या क्या है। क्या आप बता सकते हैं उसमें क्या कहानी या नावल की किताब है या आप बीती है? हाँ, बिल्कुल सही। आपने जो बताया ये सारे आप बीतियाँ हैं। अच्छा, ज़रा बताइए ये आप बीती क्या होते हैं? हाँ, आप बीती ज़िंदगी के वाक़यात को बयान करते हैं। आप ज़रा सुनिए। आप बीती अदब की एक खास सिंफ है। आप बीती का मतलब अपनी ज़िंदगी का हाल बयान करना है। इस बयान के दायरे में पूरी ज़िंदगी भी आ सकती है और ज़िंदगी का कोई खास दौर या वाक़या भी। आप बीती लिखने वाला अपनी यादों को मुरत्तिब और महफूज करता है। अपने तजुर्बों में पढ़ने वालों को भी शरीक करना चाहता है और अपने कारी को ये बताना चाहता है कि उसने दुनिया और उसके लोगों को किस नज़र से देखा है। रशीद अहमद सिद्दीकी की आशिफ्ता बयानी मेरी, जोश मलिहाबादी की यादों की बारात, महात्मा गांधी की तलाश हक, जवाहरलाल नेहरू की आज़ादी की ओर, APJ अब्दुल कलाम की परवाज़ आतिश, वैक्കം മുഹമ്മദ് ബഷീർ की ഓർമ്മയുടെ അറകൾ और കുഞ്ഞുണ്ണി മാഷ് की എന്നിലൂടെ वायरा मशहूर आप बीतियाँ है। बच्चों, लड़की ने आप बीती के बारे में हमें क्या क्या बताया। हाँ, आप बीती अदब की एक ख़ास सिंफ है, സാഹിത്യ ശാഖയാണ് അല്ലേ? और आप बीती का मतलब ज़िंदगी का हाल बयान करना है। ഓരോരോ ജീവിതങ്ങളും ഓരോ അനുഭവങ്ങളാണ് അല്ലേ? പല ആളുകൾക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളാവും ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടാവുക. वो हाल, वो ज़िंदगी का हाल, उसको बयान करना, यही है आप बीती। इस बयान के दायरे में पूरी ज़िंदगी भी आ सकती है और ज़िंदगी का कोई ख़ास दौर या वाक़या भी। ज़िंदगी का एक हिस्सा या एक दौर या एक वाक़या. ഏതുപോലെ ഇപ്പോൾ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത വിവരണമാണെന്ന് നമ്മൾ വിചാരിക്കുക. അദ്ദേഹം 16-ാം വയസ്സിൽ പാകിസ്ഥാനുമായി കളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ടീമിൽ വന്ന് ഇൻ്റർനാഷണൽ പ്ലെയർ ആയിക്കൊണ്ട് ആദ്യമായി കളിച്ചു. അദ്ദേഹം ആ തൻ്റെ കളിയുടെ ജീവിതം 40 വയസ്സ് വരെ തുടർന്നു.
40-ാം വയസ്സിലാണ് അദ്ദേഹം എല്ലാ തരത്തിലുള്ള ക്രിക്കറ്റിൽ നിന്ന്, അതായത് IPL പോലുള്ള എല്ലാ ടീമിൽ നിന്നും ഒഴിവായിക്കൊണ്ട് അദ്ദേഹം റിട്ടയർ ആയിപ്പോയത്. ഈ ഒരു കാലഘട്ടം യഹ് ജിന്ദഗി കാ എക് ദൗർ, അങ്ങനെയുള്ള ഒരു കാര്യമോ അതല്ലെങ്കിൽ അപ്നി ജിന്ദഗി മേ ഹോനെ വാലെ വാക്യാത്ത്, ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ച സംഭവങ്ങൾ, ये भी एक आप बीती का मौजू या आप बीती का हिस्सा बन सकते हैं. इसी तरह पूरी ज़िंदगी भी हम आप बीती के ज़रिए बयान कर सकते हैं. आप बीती लिखने वाला अपनी यादों को मुरत्तिब और महफूज करता है. जो आदमी आप बीती लिखता है, അല്ലെങ്കിൽ आप बीती എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ, ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അതിനൊക്കെ റെക്കോർഡ് ചെയ്യണം, അത് എഴുതി വയ്ക്കണം. അപ്പോഴാണ് അദ്ദേഹത്തിന് പിന്നീട് ഒരു സമയത്ത് തൻ്റെ ഈ ജീവിത അനുഭവങ്ങളൊക്കെ വിവരിച്ചു കൊണ്ടൊരു ആബീത്തി തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഉസ്കോ യാദ് കർക്കെ രഖ്നാ ചാഹിയെ, എല്ലാം ഓർമ്മിച്ച് മെഹഫൂസാക്കി വെക്കണം. നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചു വെക്കണം. हो सकता है आप भी अपने ज़िंदगी के एक ज़माने में पहुंचने पर अपने आप बीती लिखना चाहे. आप बीती लिखने वाला अपने तजुर्बों में पढ़ने वालों को भी शरीक करना चाहते हैं. അതിനാണല്ലോ എഴുതുന്നത്. തൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക. और अपने कारी को ये बताना चाहता है कि उसने दुनिया और उसके लोगों को किस नज़र से देखा है. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ഏത് കണ്ണിലൂടെയാണ് അതിനെ കണ്ട് എന്നതാവും ആ ഒരു ആബീത്തിയുടെ ഇതിവൃത്തം. ബച്ചോ, अब हम 3-4 आबीतियों के नाम, तो जिनके आबीतियाँ हैं वो भी उसमें दिए हुए हैं. जो वीडियो आपने देखा, फिर भी मैं ज़रा बता देता हूँ आपको. रशीद अहमद सिद्दीकी, उन्होंने अपने आबीती का नाम दिया है आशिफ्ता बयानी मेरी. ആഷിഫ്ത ബയാനി മെരി എന്നുള്ള പേരിലാണ് അദ്ദേഹം തൻ്റെ ആബീത്തി എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉറുദുവിൻ്റെ വളരെ പ്രസിദ്ധനായ കവി ജോഷ് മലിഹാബാദി, वो अपने आबीती को യാദോं की ബറാത്ത് എന്ന് പേരിട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആബീത്തി എഴുതിയിട്ടുള്ളത്. महात्मा की आबीती तो आप जानते हैं, माई एक्सपेरिमेंट्स विथ ट्रूथ, तलाशे हक. इसी तरह APJ अब्दुल कलाम के आबीती को भी आप जानते होंगे, विंग्स ऑफ फायर, परवाज़ आतिश. इसी तरह मलयालम के बहुत सारे अदीबों ने भी अपने आबीतियाँ लिखे हैं. वैकम मोहम्मद बशीर अपने आबीती को नाम दिया है ഓർമ്മയുടെ അറകൾ. और हमारे मशहूर शायर कुंजुन्नी माश, वो अपने आबीती का नाम एन्नीलूडे रखा है. तो आप ज़रा समझने की कोशिश कीजिए, ये सारे आबीतियाँ हैं. तो आज हम उसमें से एक आबीती जो मैंने आपसे बताया, कुंजुन्नी माश की आबीती है एन्नीलूडे. എന്നിലൂടെ എന്നുള്ള आबीतिയിൽ നിന്നുള്ള एक हिस्सा, एक छोटा सा हिस्सा, वो है हमारा आज का सबक. और उस सबक का नाम है मेरी ख्वाहिश है. बच्चों, अब हम ज़रा देखेंगे कुंजुन्नी माश, उनकी ख्वाहिश क्या क्या है या क्या बता रहे हैं हमें. वैसे तो हमने आबीती के बारे में कहा, ज़िंदगी में जो भी वाक़यात होते हैं या हुए हैं, या ज़िंदगी का एक दौर जो हम पर गुजर गए हैं, കഴിഞ്ഞു പോയത് അല്ലേ, അപ്പോഴാണ് അത് സംഭവമാവുന്നതും അത് ഒരു കാലഘട്ടത്തിൻ്റെ നമ്മുടെ ഓർമ്മയാവുന്നതുമൊക്കെ അപ്പോഴാണ്. അതിനെയാണ് നമ്മൾ ആബീത്തി
ആക്കുന്നത്. എന്നാൽ കുഞ്ഞുണ്ണി മാഷ് തൻ്റെ ആബീത്തി എന്നിലൂടെ എന്നതിൽ അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവസാന ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടി അതിനോടുകൂടെ ചേർക്കുന്നുണ്ട് ആ ആബീത്തിയിൽ. ആ ഭാഗമാണ് നമ്മൾ പാഠഭാഗമായിട്ട് പരിചയപ്പെടുന്നത്. प्यारे बच्चों, क्या आप मुझे जानते हो? मैं हूँ आपका प्यारा कुंजुनी माश। मेरी ख्वाहिश है कि केरला के स्कूलों का दौरा करूँ। कासरगोड के पहले स्कूल से लेकर तिरुवनंतपुरम के आखिरी स्कूल तक दौरा करता रहूं। हर स्कूल के हर क्लासरूम में जाकर एक एक मुनासिब नज्म सुनाऊं, जैसे काकबारी वन्नु पारमेलिरुन्नु काकबारी पोई पारबाकी आई। मैं अपना सारा सफर पैदल ही करना चाहता हूँ। रास्ते में गिरकर मरना मुझे पसंद नहीं, लेकिन गाड़ी से टकरा कर मरना शर्म की बात समझता हूँ। मैं केरला के स्कूल के सारे बच्चों से मिलकर हमारी पुरानी कदरों और रस्मों के बारे में कुछ कहना चाहता हूँ। शुक्रिया। तो कुंजुनी माश कहते हैं, रिटायर होते ही एक आरजू मुझे गुदगुदाती रही। वो उस्ताद थे, टीचर थे, तो उनकी वो ज़िंदगी या उनकी टीचिंग ज़िंदगी का वो दौर से रिटायर होने के बाद वो क्या चाहते हैं, उनकी आरजू, उनकी चाहत, उन्हें हर वक्त ऐसे वो चाहत आते रहते थे, वो गुदगुदाते रहते थे। वो चाहत क्या है? केरला के सारे प्राइमरी, अपर प्राइमरी और हाई स्कूल का दौरा करूं। केरल के सारे स्कूल, चाहे वो प्राइमरी हो, अपर प्राइमरी हो और हाई स्कूल हो, उसका दौरा करूं, विजिट कर, संदर्शिकिया। और हर एक स्कूल की हर एक जमात में जाकर एक मुनासिब नज़म सुनाओ। हर एक स्कूल की हर एक क्लास में जाना है और एक नज़म जो മുനാസിബ് മുനാസിബായിട്ടുള്ള. കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം നുറുങ്ങു കവിതകളാണ് എഴുതിയിരുന്നത്. വളരെ ചെറിയ ചെറിയ കവിതകൾ. അതിലൊരു കവിത നമ്മൾ വീഡിയോൻ്റെ ഭാഗമായിട്ടും നമ്മൾ മനസ്സിലാക്കി. അതുപോലുള്ള കവിതകൾ, അതും ഏത് പ്രദേശത്താണോ ചെന്നത് ആ പ്രദേശത്തിനനുസരിച്ച്, അതല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ഇതെന്താണോ അതിനനുസരിച്ചുള്ള ഒരു കവിത. ഇതുപോലെ അദ്ദേഹത്തിന് പല കവിതകളുമുണ്ട്. വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ, സ്വയം നന്നാവുക. ഇതുപോലെ എന്താണോ അദ്ദേഹത്തിന് ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ തോന്നിയത്, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തോന്നിയത്, അത്തരത്തിലുള്ള ചില ഒരു കവിത അവിടെ ചൊല്ലുക. ഒരുപാട് ഇത്തരത്തിലുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ക്ലാസ്സിൽ ചെല്ലുമ്പം ആ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതിനനുസരിച്ചുള്ളൊരു കവിത അവിടെ നിന്ന് ചൊല്ലും. എന്നിട്ട് ബച്ചോസെ തബാദിലെ ഖയാൽ കരും, കുട്ടികളുമായിട്ട് ഒന്ന് സംവദിക്കുക. ഇസ് തരഹ സബ്കെ ലിയേ हर एक क्लास में ज़्यादा से ज़्यादा 5-5 मिनट. उनकी ख्वाहिश ये है कि एक नज़म सुनाना है और बच्चों से तबादले ख्याल करना है. इन सारी कामों के लिए ज़्यादा से ज़्यादा 5 मिनट हर एक क्लास में वो ले लेंगे. और उसके बाद
इस तरह उस स्कूल की सब क्लासों के दौरे ख़त्म करके हेडमास्टर से 2-1 बातें करो. ക്ലാസ് വിസിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഉസ് സ്കൂൾ കെ ഹെഡ്മാസ്റ്റർ സെ 2-1 बातें करो. ഹെഡ്മാസ്റ്ററുമായിട്ട് 1-2 കാര്യങ്ങൾ. फिर अगले स्कूल का पता दरियाफ्त करके उसका रुख करो. ആദ്യം ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേ തലന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ സ്കൂൾ കയറി മുഴുവൻ സ്കൂളുകളുടെ അഡ്രസ്സൊന്നും എടുത്തിട്ടല്ല അദ്ദേഹം പോകുന്നത്. ആദ്യത്തെ സ്കൂൾ കയറി എല്ലാം കഴിഞ്ഞതിന് ശേഷം അഗലെ സ്കൂൾ കാ പത്ത ദരിയാഫ്ത് കരും. അടുത്ത സ്കൂൾ എവിടെയാണ് പത്ത അതിൻ്റെ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ഉൻക റൂഹ് കരം, ആ ഭാഗത്തേക്ക് അദ്ദേഹം നടന്നു നീങ്ങും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഹർ റോസ് ഷാം 4 बजे जिस स्कूल की ज़ियारत ख़त्म होती है तो उस स्कूल के किसी उस्ताद या तालिब इल्म के घर पर ठहर जाओ. और इस तरह चलते जाना है एक स्कूल से अगले स्कूल, और जिस स्कूल में वो शाम को 4 बजे उनका ये ज़ियारत, ये दौरा, ये विसिट ख़त्म होते हैं, वो उस स्कूल के किसी तालिब इल्म, किसी स्टूडेंट के घर में या किसी उस्ताद के घर में वो ठहरेंगे, അവിടെ താമസിക്കുക. दूसरे दिन सुबह 10 बजे करीब के किसी स्कूल में पहुंच जाओ. അടുത്ത ദിവസം 10 മണിക്ക് അടുത്ത സ്കൂളിലെത്തുക. इस दौरे की शुरुआत इसकी शुरुआत शिमाली केरला के सरहद के स्कूल से होनी चाहिए. उनकी ख्वाहिशें हैं इसकी शुरुआत शिमाली केरला, കാസർഗോഡിൻ്റെ അങ്ങേ തലയിലുള്ള ഏറ്റവും सरहद बॉर्डरिലുള്ള स्कूल से शुरू करना है. इसका अंजाम ജനൂബി കേരള की सरहद की आखिरी स्कूल पर होनी चाहिए. അവസാനിപ്പിക്കുന്നത് അഞ്ചാം എവിടെ വേണം? ജനൂബി കേരള കെ സർഹദ് കി സ്കൂൾ, തിരുവനന്തപുരത്തിൻ്റെ അങ്ങേ തലയിലുള്ള കന്യാകുമാരിയോട് ചേർന്ന് എടുക്കുന്ന അവസാനത്തെ സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ അവിടെ इसको ख़त्म करना है. इसके लिए अगर शोबे तालीमात की इजाज़त दरकार हो तो वो भी हासिल करनी चाहिए. शोबे तालीमात, डिपार्टमेंट ऑफ एजुकेशन, उसकी अगर इजाज़त, അനുവാദം വാങ്ങാൻ വേണമെങ്കിൽ वो भी ഹാസിൽ करनी चाहिए, അതും നേടണം. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അങ്ങനെ ഒരു അനുമതി ഉണ്ടെങ്കിൽ അത്. जहाँ तक हो सके सियाहत पाप यादा हो. मेरा ये सफ़र, कुंजनवार कहते हैं, मेरा ये सफ़र जहाँ तक हो सके पाप यादा हो, पैदल हो, നടന്നുകൊണ്ടാവണം ये सफ़र. अगर नागज़ीर हो तो सफ़र बस से भी हो. ഒരു സ്കൂൾ കഴിഞ്ഞ് ഒരുപാട് ദൂരെയാണ് മറ്റൊരു സ്കൂൾ എന്നുണ്ടെങ്കിൽ അഗർ നാഗസീർ ഹോ, അവിടെ എന്താണ് നടന്നു പോവുക എന്നുള്ളത് സാധ്യമല്ലാത്തത് കൊണ്ട് അഗർ നാഗസീർ ഹോ അനിവാര്യമാണെന്ന് വിചാരിക്കുക, എന്ത് ബസ് പിടിക്കുക, ബസ്സിൽ പോവുക എന്നുള്ളത് അനിവാര്യമാണെങ്കിൽ ഓ ബി കർണി ചാഹിയെ, അങ്ങനെയാണെങ്കിൽ മാത്രം അതും ചെയ്യും. ഉസി സൂറത്ത് മേ ഹം തമാം ജഗഹോं को देख सकते हैं और तमाम മക്കാനോ और മക്കീനോ को भी. നമ്മൾ വിമാനത്തിൽ പോകുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. ട്രെയിനിലാണ് പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പോകുന്ന ഭാഗത്തിൻ്റെ ആ ഒരു സ്പീഡിൽ പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷോട് പറയുന്നത് എന്ത്, അദ്ദേഹത്തിൻ്റെ യാത്ര പാപ് യാദാഹു, പൈതലായിട്ട് നടന്നുകൊണ്ടാവണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആ പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അവർ മക്കാനോ ഓർ മക്കീൻ, സ്ഥലങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളെയും അവിടെയുള്ള കെട്ടിടങ്ങളെയും ഒക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, പൈതൽ ജാനാ ചാഹിയെ, പാപ് യാദ ജാനാ ചാഹിയെ. ഇസ് സഫർ കെ ലിയേ കോയി ഖാസ് വക്ത് മുഅയ്യൻ ന ഹോ. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് യാത്രകളുടെ പോസ്റ്ററുകളും ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ പല കാര്യങ്ങൾക്കായി അവർ റോഡ് ഷോയായോ മറ്റൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ സന്ദർശനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പോസ്റ്ററുകളിലൊക്കെ ഒപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന സമയത്താണ്, ഇന്ന ദിവസം, ഇന്ന ഡേറ്റിന്, ഇന്ന സമയത്ത് ഈ പരിപാടി ഇന്ന സ്ഥലത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യും. എന്നിട്ടത് ഏതുവരെയാണ്, കാൽനട ജാഥയാണെങ്കിലും എന്ത് ജാഥയാണെങ്കിലും അതിന് അവസാനിക്കുന്നത് അത് ഇന്ന സ്ഥലത്തായിരിക്കും. എന്നാൽ കുഞ്ഞുണ്ണി മാഷ് ഇവിടെ പറയുന്നത് ഇസ് സഫർ കെ ലിയേ കോയി ഖാസ് വക്ത് മുഅയ്യൻ ന ഹോ,
ഇതിനു വേണ്ടി കൃത്യമായിട്ടുള്ളൊരു സമയം वो नहीं होगा जब चाहे ख़त्म हो അതിന് എത്ര ദിവസം നീണ്ടു നിന്നാലും അത് തീരുന്നത് വരെ अगर इससे पहले मैं ख़त्म हो जाऊँ ये सफ़र ख़त्म होने से पहले अगर मैं मर जाऊँ तो मरने दो वो ऐसा हो तो मेरे लिए खुशी का बास होगा अगर मैं इस सफ़र के दरमियान में मर जाऊँ എവിടെയെങ്കിലും അവസാനിക്കുന്നതിന് മുന്നായിട്ടുള്ള ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് ഓ മേരെ ലിയേ ഖുഷി കാ ബാസ് ഹോഗ എനിക്കത് വളരെ സന്തോഷകരമായിരിക്കുമെന്നാണ് रास्ते में गिरकर मरना ये मेरी बड़ी ख्वाहिश है ये सफ़र करते करते അങ്ങനെ നടന്ന് തിരുവനന്തപുരം വരെ പോകുന്നതിനിടയ്ക്ക് രാസ്തേ മേ गिरकर मरना വഴിയിൽ വീണ് अगर मैं मर जाऊँ तो ये मेरी ख्वाहिश है मैं वही चाहता हूँ गाड़ी से टकरा कर मरना शर्म की बात है गाड़ी से टकरा कर मरना ये शर्म की बात है ഒരു ആക്സിഡൻറ്റിലൂടെയുള്ള മരണം वो शर्म की बात है അത് ലജ്ജിക്കേണ്ട കാര്യമാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതും ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതും എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണോ അല്ല ഒരിക്കലും അല്ല അത് വളരെയധികം നമുക്ക് ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് आपको सोचना चाहिए कि हम हमारे इलाके में या हमारे सूबे के इस तरह के जो वाक़यात है यानी गाड़ी से टकराना या इस तरह के मौत होना इस किस्म की वाक़यात को कम करने के लिए हमें क्या क्या तजावीज़ हमारे पास है उसके बारे में आपको सोचना होगा अच्छा तो देखिए कुंजुन्नी माश भी वही कहते हैं वो अगर गाड़ी से टकरा के मर जाएं तो वो उनके लिए शर्म की बात है और सिर्फ मेरे लिए नहीं बल्कि पूरी देश के लिए वो कहते हैं कुंजुन्नी माश एक ऐसे सफ़र पर निकला और वो गाड़ी से टकरा के मर गया अगर एक न्यूज़ ऐसा आ जाए तो वो मेरे लिए नहीं बल्कि पूरे हिंदुस्तान के लिए ये शर्म की बात है मेरी ख्वाहिश ये है कि मैं नर्सरी प्राइमरी हाई स्कूल की तालीम तरीक़ेकार तदरीस और तलबा की ज़िंदगी के बारे में जहाँ तक हो सके अपने ख़यालात ज़ाहिर करूँ इस सफ़र में वो ये भी चाहते हैं कि वो नर्सरी में जाएं या प्राइमरी स्कूल में जाएं या हाई स्कूल में जाएं वहाँ तालीम के बारे में एजुकेशन के बारे में बताएंगे और इसी तरह तरीक़ेकार तदरीस किस तरह पढ़ाना है उसके बारे में बताएंगे और तलबा की ज़िंदगी के बारे में तलबा स्टूडेंट्स किस तरह अपने ज़िंदगी को गुजारने हैं उसके बारे में जहाँ तक हो सके സാധ്യമാവുന്നിടത്തോളം वो अपने ख़यालात ज़ाहिर करो उनकी चिंतागतिകൾ वो ज़ाहिर करूँ प्रकटिपिക്കും एक और ख्वाहिश ये भी है कि मलयालियों की पुरानी कदरों और रीत रिवाजों की लोगों में जहाँ तक हो सके इशाअत करूँ और वो इस सफ़र में ये भी चाहते हैं क्या है मलयालियों की पुरानी कदर और रीत रिवाज की लोगों में जहाँ तक हो सके इशाअत करूँ പഴയ കാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പലതരത്തിലുള്ള നന്മകൾ ടെക്നോളജിക്കൽ ആയിട്ട് നമ്മൾ ഇപ്പം പുരോഗതി നേടിയെങ്കിലും പഴമയുടെ പല നല്ല കാര്യങ്ങളും നമുക്ക് സ്വായത്തമാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ ഏതുപോലെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ അത് നമ്മുടെ പഴയ കാലത്തെ ഒരു രീതി അതിനുണ്ട് നമ്മുടെ ഭക്ഷണശീലങ്ങൾ പഴയകാല ഭക്ഷണശീലങ്ങൾ ഇപ്പോഴും നമ്മളധികവും പ്രാധാന്യം നമ്മൾ കഴിക്കുന്നത് പുട്ട് ദോശ ഇഡ്ഡലി ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മളധികവും കഴിക്കുന്നത് ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ അത് വളരെ
അതിനെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുന്ന തരത്തിലാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മൾ ഇപ്പം പുരോഗതി പ്രാപിച്ച് അല്ലെങ്കിൽ പുരോഗതിയിൽ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അല്ലേ. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ചൈനീസ് ആയാലും അറേബ്യൻ ആയാലും ഇവയിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഇവ കൊണ്ടുള്ള പല ദോഷങ്ങളെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നുമുണ്ട്. കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള പല ഭക്ഷണങ്ങളുടെ പ്രയാസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷ് ഇവിടെ പറയുന്നത് മലയാളിയോं की पुरानी कदरों और रीत रिवाजों की लोगों में जहाँ तक हो सके इशाअत करूं. അതുപോലെ തന്നെ അദ്ദേഹം ചെന്നെത്തുന്ന ഏരിയകളിലും ചില പഴയ കാര്യങ്ങളുണ്ടാവും. പരമ്പരാഗതമായി അവിടെ പണ്ട് തുടർന്ന് വന്നിരുന്ന കാര്യങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ നമ്മളെ കൃഷിയുമായും കൃഷിയുടെ കാലഘട്ടവും സമയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ടാവാം. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവങ്ങൾ ഒരുപാട് പ്രായമായ റിട്ടയർ ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ അനുഭവങ്ങളുണ്ടാവും. ഈ നാട്ടിലെ കുട്ടികളുമായും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടൊക്കെ സംവദിച്ചുകൊണ്ട് ജഹാത്തക്ക് ഹോസക്കെ ഇഷാഅത്ത് കരും അതിനെ കൂടുതൽ വിപുലീകരിക്കുക അല്ലെങ്കിൽ കൂടുതൽ അതിനെ പ്രസിദ്ധപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ ഈ യാത്രയിലൂടെ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബച്ചോ इसी के साथ हम आज के सबक यहाँ ख़त्म करते हैं. आपको 2-3 सरगर्मियाँ मैं दे रहा हूँ. आप उसे पढ़कर समझिए और उसको लिखकर अपने उस्ताद को भेजने की कोशिश कीजिए. हमारा पहला सवाल है, कुंजुन्नी माश कहते हैं कि गाड़ी से टकरा कर मरना शर्म की बात है, सिर्फ मेरे लिए नहीं बल्कि पूरी देश के लिए. हम जानते हैं कि आजकल सड़क के हादिसात बढ़ते जा रहे हैं. റോഡ് ആക്സിഡൻറ്റുകൾ അല്ലേ, അങ്ങനെ റോഡ് ആക്സിഡൻറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. रोड सेफ्टी वीक के ताल्लुक से अपने स्कूल का तलबा को देने के लिए चंद तजावीज़ लिखिए. हमारा अगला सवाल है, मलयालियों को पुराने और नए ज़माने की कदरों और रीत रिवाजों में आप क्या क्या फ़र्क़ें, क्या क्या नुमायाँ फ़र्क़ें आप महसूस करते हैं, एक रिपोर्ट पेश कीजिए. बच्चों, इसी के साथ हमारे आज के सबक ख़त्म होते हैं. शुक्रिया. खुदा हाफिज़.